ദേശീയ സുരക്ഷ, ഡാറ്റ സ്വീകാര്യത, പരമാധികാരം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി 2020 ജൂണിൽ ഇന്ത്യ മറ്റ് 58 ചൈനീസ് ആപ്പുകൾക്കൊപ്പമാണ് ടിക്ടോക്ക് ആപ്പ് നിരോധിച്ചിരിക്കുന്നത്. ആ കാലത്ത് ടിക്ടോക്ക് ആപ്പ് ഉപയോഗിക്കാത്ത യുവാക്കൾ ആരും തന്നെയില്ല. ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 69A പ്രകാരമാണ് ഇന്ത്യ നിരോധനം നടപ്പിലാക്കിയിരുന്നത്. ഇന്ത്യയിൽ നിരോധിച്ചെങ്കിലും മറ്റ് രാജ്യങ്ങളിലെല്ലാം ടിക്ടോക്കിന് വൻ സ്വീകാര്യതയാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയതോടെയാണ് അമേരിക്കയിൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന് ഭീഷണി ഉയർന്നത്. ടിക്ടോക്കിന് അമേരിക്കയിൽ പ്രവർത്തിക്കണമെങ്കിൽ 50% ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്ക് നൽകണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. നിലവിൽ ടിക്ടോക്കിന് 75 ദിവസത്തെ സാവകാശം നൽകിയിരിക്കുകയാണ് അമേരിക്ക. ജനുവരി 19 മുതൽ US ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ടിക്ടോക്ക് നീക്കം ചെയ്യപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 19-നകം ബൈറ്റ്ഡാൻസ് കമ്പനിയുടെ USലെ മുഴുവൻ ആസ്തിയും വിറ്റൊഴിക്കണമെന്നും ജോ ബൈഡൻ സർക്കാർ നടപ്പിലാക്കിയ നിയമം പാലിക്കാത്തതിനാലാണ് ടിക്ടോക്ക് പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചത്. ആസ്തി വിറ്റില്ലെങ്കിലും രാജ്യത്ത് നിരോധനം നേരിടണമെന്ന വിവാദം നിയമത്തിന് സുപ്രീം കോടതി അംഗീകാരം നൽകിയിരുന്നു. പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ടിക്ടോക്ക് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയതോടെ 50% ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്ക് നൽകുകയാണെങ്കിൽ രാജ്യത്ത് പ്രവർത്തിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. 50% ഓഹരികളും അമേരിക്കയ്ക്ക് കൈമാറണമെന്ന തീരുമാനം ടിക്ടോക്ക് അംഗീകരിച്ചതോടെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് മൈക്രോസോഫ്റ്റ് ടിക്ടോക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുവെന്നാണ്. ഇത് സംബന്ധിച്ച് ടിക്ടോക്കുമായി മൈക്രോസോഫ്റ്റ് ചർച്ച നടത്തുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ടിക്ടോക്ക് മൈക്രോസോഫ്റ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ചൈനീസ് കമ്പനിയായ ബൈറ്റ്ഡാൻസിന്റെ ഉടമസ്ഥയിലുള്ള ടിക്ടോക്ക് ചൈനീസ് സർക്കാരുമായി ഉപയോക്തൃ ഡാറ്റ ശേഖരിച്ച് പങ്കിട്ടതായി ആരോപിക്കപ്പെടുന്നതായി ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്താനുള്ള പ്രധാന കാരണം. ചൈനീസ് കമ്പനിയായ ബൈറ്റ്ഡാൻസിന്റെ ഉടമസ്ഥയിലുള്ള ടിക്ടോക്ക് ചൈനീസ് സർക്കാരുമായി ഉപയോക്തൃ ഡാറ്റ ശേഖരിച്ച് പങ്കിട്ടതായി ആരോപിക്കപ്പെടുന്നതായിരുന്നു ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്താനുള്ള പ്രധാന കാരണം. സൈബർ ആക്രമണങ്ങൾക്കോ ചാരവൃത്തിക്കോ വേണ്ടി ചൂഷണം ചെയ്യാവുന്നതും ഇന്ത്യയുടെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെയും സൈനിക ഡാറ്റയും അപഹരിക്കാൻ സാധ്യതയുള്ളതുമായ അപകട സാധ്യതകൾ ആപ്പിലുണ്ടെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു. 2020 ജൂണിൽ ഗാൽവാൻ താഴ്വരയിൽ 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു നിരോധനമുണ്ടായത്. രാജ്യത്തിന്റെ ഡിജിറ്റൽ മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഇന്ത്യൻ സർക്കാർ നിരോധനത്തെ കണ്ടത്. ഇന്ത്യയിൽ നിരോധനത്തിന് പിന്നാലെ 200 ദശലക്ഷത്തിലധികം ഉപയോക്താക്കൾക്കുള്ള അതിൻ്റെ ഏറ്റവും വലിയ വിപണികളിലൊന്നിലേക്കുള്ള ആക്സസ് ടിക്ടോക്കിന് നഷ്ടപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാം റീലുകൾ, യൂട്യൂബ് ഷോർട്സ് പോലുള്ള പ്രാദേശിക ആഗോള ബദലുകളിലേക്ക് ഇന്ത്യൻ ഉപയോക്താക്കൾ മാറിയത്. എന്നാൽ മൈക്രോസോഫ്റ്റ് ടിക്ടോക്ക് ഏറ്റെടുക്കുന്നതോടെ ഇന്ത്യയിലെ ടിക്ടോക്കിനുള്ള നിരോധനം എടുത്തു കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.